നമസ്കാരം. ഇതൊരു മാപ്പിൻ്റെ കഥയാണ്. പറയാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയമല്ല, ലോകരാഷ്ട്രീയം തന്നെ വിറങ്ങലിക്കുന്ന ഒരു മാപ്പപേക്ഷയുടെ കഥ. മാപ്പ് പറയുന്ന ആളും അത് സ്വീകരിക്കേണ്ട ആളും ഒരേപോലെ ലോകമറിയുന്ന അതിപ്രശസ്തരാകുമ്പോൾ ഈ വാർത്തയ്ക്ക് പ്രാധാന്യമേറും. അതിലേറെ പ്രാധാന്യം ലോകത്തെ ഒരു വമ്പൻ, ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളോടാണ് ഈ മാപ്പ് പറയുന്നതെന്ന് കേൾക്കുമ്പോഴാണ്. ഭാരതത്തിലെ 142 കോടി ജനങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കിക്കൊണ്ട് ഒടുവിൽ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകം കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ. ഇന്ത്യ എക്കാലവും അതിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി വയ്ക്കുന്ന പേര് ദാമോദർ ദാസ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയോടാണ് ഈ മാപ്പപേക്ഷ. മാപ്പ് പറയുന്നത് ലോകത്തെ ടെക് ഭീമൻ മാർക്ക് സക്കർബർഗ്. ഇനിയാണ് കഥയുടെ യഥാർത്ഥ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ പറയാമല്ലേ. അതായത് 2026 ജൂൺ 20 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയുടെ ഹൃദയഭാഗമായ ജന്തർ മന്ദറിൽ ഒരു പ്രക്ഷോഭം അരങ്ങേറുന്നു. അഭിജിത് ദീപ്കെ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളെയും ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തെയും ആയുധമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി. പ്രതിഷേധക്കാരുടെ ആവശ്യം ന്യായമാണോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷേ അവർ പിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന യുവതയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല തീവ്രവാദ രാഷ്ട്രങ്ങളും കടന്നാക്രമിക്കുമ്പോൾ പോലും കുലുങ്ങാതെ നിന്ന മനുഷ്യൻ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആദരവോടെ നോക്കിക്കണ്ട മനുഷ്യൻ, ലോക നേതാക്കളൊക്കെ കരുത്തൻ എന്ന് വിശേഷിപ്പിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ അങ്ങനെ സ്വന്തം നാടിൻ്റെ വേദന, സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വേദനയ്ക്ക് മുന്നിൽ തല കുനിച്ചു കൊടുത്തു. കൃത്യമായി പറഞ്ഞാൽ 2026 ജൂലൈ 28 അതുവരെ ഇല്ലാത്തതുപോലെ നരേന്ദ്രമോദി ആദ്യമായി ഒരു സെൽഫി വീഡിയോ പോസ്റ്റ് ചെയ്തു. സമരം ചെയ്തവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശമായിരുന്നില്ല, വെല്ലുവിളിച്ചുകൊണ്ടുള്ള സന്ദേശവുമായിരുന്നില്ല അത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലവൻ, നീണ്ട 12 വർഷക്കാലമായി ഭാരതം ഭരിക്കുന്ന നേതാവ് അന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശമായിരുന്നു. മോദിയുടെ ഭരണകാലത്തിൽ ആദ്യമായി യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി പങ്കുവച്ച സെൽഫി സ്റ്റൈൽ വീഡിയോ. പ്രക്ഷോഭകാരികളുടെ ന്യായമായ അവകാശവാദങ്ങൾ സംരക്ഷിക്കുമെന്നും നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അർഹതയുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നും സുഹൃത്തുക്കളെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മോദി സർക്കാർ ഉറപ്പു നൽകി. എന്നാൽ പിന്നീട് സംഭവിച്ചതാണ് ഈ മാപ്പിൻ്റെ കഥയിലേക്കുള്ള ആ വഴിത്തിരിവ്. ഈ വീഡിയോ ഏതാനും മണിക്കൂറുകൾക്കകം ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യപ്പെട്ടു. അതേ ദിവസം തന്നെ മെറ്റ അത് സാങ്കേതിക പിഴവ് മൂലമാണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുകയും വീഡിയോ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും അതൊരു സാങ്കേതിക പിഴവ് മാത്രമാണെന്ന് എഴുതി തള്ളാൻ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ തയ്യാറായിരുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറെ പ്രധാനപ്പെട്ട ആ വാക്കുകളെ മെറ്റ കുറച്ചു നേരത്തേക്കെങ്കിലും മറച്ചു പിടിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്താണ്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ്? അല്ലെങ്കിൽ ആരെങ്കിലും പ്രവർത്തിച്ചോ? ഇതൊക്കെ അറിയാൻ നരേന്ദ്രമോദിയേക്കാൾ ആകാംക്ഷ അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കുമായിരുന്നു. ഒട്ടും വൈകിയില്ല. ജൂലൈ 30 തന്നെ കേന്ദ്ര സർക്കാർ മെറ്റയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം വിശദീകരണം തൃപ്തികരമല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിന് പിന്നീടാണ് കഥയ്ക്ക് മറ്റൊരു മാനം കൈവരുന്നത്. തൃപ്തികരമല്ലാത്തൊരു വിശദീകരണം കൊണ്ട് ഇന്ത്യക്കുണ്ടായ നാണക്കേട്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ടായ അഭിമാനക്ഷതം അത് നികത്താൻ കഴിയുമായിരുന്നില്ല. പ്രധാനമന്ത്രി ക്ഷമിച്ചാൽ പോലും ഇന്ത്യയിലെ ജനത അത് ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് മുന്നിൽ നേരിട്ട് മാപ്പപേക്ഷ പറയണം ലോക ടെക് ഭീമൻ മാർക്ക് സുക്കർബർഗ് എന്നുള്ള ആവശ്യം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു. ചോദ്യപേപ്പർ ചോർച്ചകളിൽ ഉണ്ടായ പ്രക്ഷോഭത്തിൽ നടപടി ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത സെൽഫി വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കാനിടയായ സംഭവത്തിൽ കടുത്ത നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അല്ലെങ്കിൽ നിയമം ഉറപ്പു നൽകുന്ന നിയമപരിരക്ഷ നീക്കം ചെയ്യുമെന്നും അറിയിച്ച് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി പാർലമെന്ററി സമിതി ശാസനം നൽകി കഴിഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ അതിനിർണായകമായ തീരുമാനങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. കോടിക്കണക്കിന് മനുഷ്യർ മെറ്റാ സേവനം ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ അതിന് പരിധി കൽപ്പിക്കപ്പെട്ടാൽ മാത്രം മതി സക്കർബർഗിന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഒന്ന് കുലുങ്ങാൻ. 140 കോടി ഇന്ത്യക്കാരുടെ പ്രതിനിധിയായ പ്രധാനമന്ത്രി മോദിയുടെ വീഡിയോ നീക്കം ചെയ്ത നടപടി ജനാധിപത്യത്തിനു നേരെ തന്നെയുള്ള ആക്രമണമാണ് എന്നാണ് BJP MP ദുബൈയുടെ അടക്കമുള്ള സമിതിയുടെ കർശന നിരീക്ഷണമുണ്ടായത്. ഈ വിഷയത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ ഫേസ്ബുക്ക് നടപടിയെടുത്തില്ല എങ്കിൽ കമ്പനിക്ക് നിയമപരിരക്ഷ നൽകുന്ന സേഫ് ഹാർബർ വകുപ്പ് നീക്കം ചെയ്യാനുള്ള നിർണായക നടപടികളിലേക്കാണ് ഇന്ത്യ കടക്കാൻ പോകുന്നതെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തേക്കാമെന്നും സമിതി അന്ത്യശാസനം നൽകി കഴിഞ്ഞു.
കോടിക്കണക്കിന് മനുഷ്യരുടെ അഭിപ്രായങ്ങളെയും ആശയവിനിമയങ്ങളെയും നിയന്ത്രിക്കുന്ന ടെക് ഭീമൻ മെറ്റയുടെ തലവൻ മാർക്ക് സക്കർബർഗ് മാപ്പ് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവിനോടുള്ള വ്യക്തിപരമായ ഖേദപ്രകടനം എന്നതിലുപരി ഡിജിറ്റൽ ലോകത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യമായി ഈ സംഭവം മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉയരാം, എന്താണ് ഈ സേഫ് ഹാർബർ പരിരക്ഷ? പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സെർച്ച് എഞ്ചിനുകൾ, വെബ്സൈറ്റുകൾ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ തുടങ്ങിയ ഇന്റർമീഡിയറികൾക്ക് ഉപയോക്താക്കൾ പോസ്റ്റ് ചെയ്യുന്ന ഉള്ളടക്കത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നൽകുന്ന നിയമപരമായ സംരക്ഷണമാണ് IT നിയമത്തിലെ സെക്ഷൻ 79 പറയുന്ന സേഫ് ഹാർബർ സംരക്ഷണം. ഇതാണ് എഴുത്തുനിന്ന് നീക്കം മാറ്റുമെന്ന് ഇന്ത്യ പറയുന്നത്. അതേസമയം ഈ സംഭവത്തിൽ വിശദീകരണം നൽകുന്നതിന് മെറ്റ കമ്പനിയുടെ ആഗോള നേതൃസംഘം ഡൽഹിയിൽ എത്തിയിട്ടുമുണ്ട്. മെറ്റയുടെ പബ്ലിക് പോളിസി മേധാവി ജോയൽ കപ്ലാനും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് വിവരം. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംഘം തലസ്ഥാനത്തുണ്ടാകുമെന്നും കമ്പനിയോട് വിശദീകരണം ചോദിക്കുമെന്നും കേന്ദ്ര IT സെക്രട്ടറി S കൃഷ്ണൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. സംഭവത്തിൽ മെറ്റ നേരത്തെ ക്ഷമാപണം നടത്തിയിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ കമ്പനി ചൂണ്ടിക്കാണിച്ച സാങ്കേതിക തകരാറിനെക്കുറിച്ച് വിശദീകരിക്കുന്ന രേഖാമൂലമുള്ള റിപ്പോർട്ടും ഒപ്പം പോസ്റ്റ് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള മാപ്പപേക്ഷയും സർക്കാർ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് വിവരങ്ങൾ. സോഷ്യൽ മീഡിയ വെറും ആശയവിനിമയത്തിനുള്ള വേദിയല്ല, ഇന്നത് തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് തന്നെ സക്കർബർഗ് ഒരു മാപ്പപേക്ഷ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞത് നരേന്ദ്രമോദിയോടല്ല, ചില ഉള്ളടക്കങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മെറ്റയിൽ അപ്ലോഡ് ചെയ്തതിന് തെറ്റായി പോയി എന്ന തരത്തിൽ ഒരു മാപ്പപേക്ഷ സക്കർബർഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നരേന്ദ്രമോദി എന്ന മനുഷ്യനുണ്ടായ അപമാനം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അപമാനമാണ്. അതിന് അദ്ദേഹത്തോട് തന്നെ മാപ്പ് പറയണമെന്നുള്ള ആവശ്യം ഇന്ത്യയിൽ ശക്തമായി ഉയരുകയാണ്. ഭരണകൂടങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ. ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങളും വിശ്വാസങ്ങളും ഒരുപോലെ വിതയ്ക്കാൻ കഴിയുന്ന അതിശക്തമായ സംവിധാനമായി അത് മാറിക്കഴിഞ്ഞു. അത്തരമൊരു സംവിധാനത്തിന്റെ നിയന്ത്രണം കൈവശമുള്ള കമ്പനിക്കെതിരെ ഇന്ത്യയിൽ ഉയരുന്ന ചോദ്യങ്ങൾ ചെറുതല്ല. പ്രധാനമന്ത്രിക്കെതിരായ ഉള്ളടക്കങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ, വിദ്വേഷ പ്രചരണങ്ങൾ, സുരക്ഷയെ ബാധിക്കാവുന്ന പോസ്റ്റുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ മെറ്റ ആവശ്യമായ ജാഗ്രത പാലിച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പാർലമെന്ററി സമിതിയുടെ മുന്നിലുള്ളത്. ഇതൊരു മാപ്പിന്റെ കഥ മാത്രമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികൾ ജനാധിപത്യ രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം ഉത്തരവാദികളാകണമെന്ന അടിസ്ഥാന ചോദ്യത്തിന്റെ കഥ കൂടിയാണ്. ഡിജിറ്റൽ യുഗത്തിൽ അധികാരം സർക്കാരുകൾക്ക് മാത്രമല്ല, സാങ്കേതിക കമ്പനികൾക്കുമുണ്ടെന്ന യാഥാർത്ഥ്യത്തിൽ, അല്ലെങ്കിൽ ഉത്തരവാദിത്തം സാങ്കേതിക കമ്പനികൾക്കുമുണ്ടെന്ന യാഥാർത്ഥ്യത്തിൽ ആ അധികാരത്തിന് നിയന്ത്രണവും ഉത്തരവാദിത്വവും വേണമെന്ന് ഇന്ത്യ വീണ്ടും ശക്തമായി ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മോദി കേവലം ഒരു മനുഷ്യനാണെന്ന് കരുതിയ മെറ്റയ്ക്കാണ് തെറ്റിയത്. മോദി ഒരു മനുഷ്യനല്ല, 142 കോടി മനുഷ്യരുടെ പ്രതിനിധിയാണ്. അതായത് മോദി ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് പിന്നിൽ നിരക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ, ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ 142 കോടി മനുഷ്യരാണ് എന്ന് സാരം. ഏറ്റുമുട്ടേണ്ടി വരുന്നത് ഒരാളോടല്ല, ഒരു രാജ്യത്തോട് മുഴുവനുമാണ്. മാപ്പ് പറയും, പറഞ്ഞേ മതിയാകൂ.